ഹീ ഗായ്സ്, അപ്പോൾ ഇത് എൻ്റെ കോളേജിൽ നടന്നൊരു ഫെസ്റ്റിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർ കോളേജ് ഫെസ്റ്റാണ്, കൊമിൻസോ 2025. ഈ കൊമിൻസോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർ കോളേജ് ഫെസ്റ്റാണ്. അതായത് വേറെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസൊക്കെ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ വേറെ കോളേജ് സ്റ്റുഡൻസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. ഇവർക്ക് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആഡ് മേക്കിംഗ് ഉണ്ട്, പിന്നെ ക്വിസ് ഉണ്ട്, പിന്നെ ഫാഷൻ ഷോ ഒക്കെ ഇവർ അറ്റൻഡ് ചെയ്തിനും. അത് മാത്രമല്ല ഗൈസ്, വിന്നറായവർക്ക് ക്യാഷ് പ്രൈസും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടീനും, ഓള് വേറെ കോളേജിലാട്ടോ. അപ്പോൾ ഓള് വന്നീനും, അങ്ങനെ ഓളെ കണ്ട് സംസാരിച്ചു. പിന്നെ ഗൈസ്, നമ്മളെ ക്രിസ്മസ് വരാൻ പോകാനുള്ള അപ്പോൾ അടിപൊളിയായിട്ട് ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഈ ഒരു കൊമിൻസോൻ്റെ ഡെക്കർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ട്രീസും ഒക്കെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും. പിന്നെ ഗൈസ്, നമുക്ക് സ്റ്റാൾ ഉണ്ട് കേട്ടോ, സ്നാക്സിനൊക്കെ സ്റ്റാളുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൂപ്പൺ വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂപ്പൺ എന്ന് പറയുമ്പോൾ 50-50 കൂപ്പണാണ് നമ്മൾ വാങ്ങിയത്. 100 കൂപ്പൺ, അത് ബിരിയാണി മാത്രമാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചു 50-50 വാങ്ങാം. അത് സ്നാക്സ് നമുക്ക് ഇങ്ങനെ വാങ്ങാമല്ലോ, ഇഷ്ടമുള്ള സ്നാക്സൊക്കെ വാങ്ങി കഴിക്കാം. നമ്മളെ കലാപരിപാടികൾ തുടങ്ങുകയാണ് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ ബബിൾ ടീ കുടിച്ച്, പിന്നെ ഐസ്ക്രീം അല്ല കഴിച്ചത്, പാനിപ്പൂരി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം കഴിച്ചു. ഞാൻ ബ്ലൂബെറിൻ്റെ ഐസ്ക്രീമിന് കഴിച്ചു, സൂപ്പറായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി ഇവിടെ തുടങ്ങി ഗൈസ്, ഫാഷൻ ഷോ. ഇത് കാണാൻ വേണ്ടി നമ്മൾ ഓടി വന്നതായിരുന്നു ഗൈസ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വേറെ കോളേജിലത്തെ സ്റ്റുഡൻസാണ് ഈ ഫാഷൻ ഷോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാഷൻ ഷോയിൽ എന്താണ് വിന്നറാവുന്നവർക്കൊക്കെ എന്താ പറയുക, ക്യാഷ് പ്രൈസ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും ഈ വിന്നേഴ്സിനാണ് പ്രൈസ് കിട്ടുക. അങ്ങനെ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ക്വിസ് ഉണ്ടായിരുന്നു, കൗശൽ ക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വിസ്. ആ ക്വിസ് എനിക്ക് എടുക്കാൻ പറ്റി, ക്വിസിൻ്റെ ആ ഒരു ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലേനും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ ഈ ഫാഷൻ ഷോ ഒക്കെ. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഓർഡറായിട്ടൊന്നുമില്ല ഈ ഫാഷൻ ഷോൻ്റെ ഇതൊന്നും ഇട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോയിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഗൈസ്, ഇവിടെ ഫാഷൻ ഷോ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം വിന്നറെ സെലക്ട് ഒക്കെ ചെയ്യും. പിന്നെ ഗൈസ്, നമ്മളെ കോളേജിൻ്റെ ഭാഗം കൾച്ചറൽ പ്രോഗ്രാമായിരുന്നു ഉള്ളത്. അതായത് ഈ പഞ്ചാബി ടീമിലുള്ള ഡാൻസും പിന്നെ ഗുജറാത്തി ഡാൻസ്, അങ്ങനെ ആയിട്ടുള്ള കുറച്ച് അടിപൊളി ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നടന്നത് എന്ന് പറയുമ്പോൾ ഉദ്ഘാടനേനു ഗൈസ്, കൊമിൻസോൻ്റെ ഉദ്ഘാടനേനും. അതിന് ചീഫ് ഗസ്റ്റായി വന്നത് ആക്ടറും മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെ ആയ ജോസഫ് അന്നംകുട്ടി സാറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗൈസ് നമ്മളെ ബാൻഡ് ചെയ്യണം, അടിപൊളിയാണ് കേട്ടോ, നല്ല പാട്ടും പിന്നെ ഡാൻസും എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഈ ബാൻഡോട് കൂടി നമ്മളെ ഈ ഒരു കൊമിൻസോ എന്ന് പറയുന്ന ഈ ഒരു ഫെസ്റ്റ് ഇവിടെ കഴിയാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ക്രിസ്മസ് പരിപാടി വരാനാണ്. ഇനി ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.